ഹലോ റെഡ്മിസ്. അങ്ങനെ ഇന്ത്യ ന്യൂസിലാൻഡ് തമ്മിലുള്ള രണ്ടാം T20 മത്സരമായിരുന്നു ഇന്നലെ റായ്പൂരിൽ വെച്ച് നടന്നത്. റായ്പൂരിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇഷാൻ കിഷൻ്റെയും സൂര്യകുമാർ യാദവിൻ്റെയും ചത്താപ്പച്ച ഇന്നിങ്സിലൂടെ ഇന്ത്യ മത്സരം വിജയിച്ചിരിക്കുകയായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ന്യൂസിലാൻഡ് വെറും 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 208 എന്നൊരു സ്കോറിൽ ഇന്നിങ്സ് അവസാനിപ്പിച്ചു. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 15.2 ഓവറിൽ 6 റൺസ് മറികടക്കുകയായിരുന്നു. 32 പന്തിൽ 11 ഫോറും 4 സിക്സും ഉൾപ്പെടെ 76 റൺസൊക്കെ ഇഷാൻ കിഷനാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ചായി നമുക്ക് രണ്ടുപേരെ കണക്കാക്കാം. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും ഇഷാൻ കിഷനെയും നമുക്ക് ഒരുപോലെ കാണാവുന്നതാണ്. കാരണം രണ്ടുപേരും നല്ലൊരു ഇന്നിങ്സ് തന്നെയാണ് ഇന്നലെ കാഴ്ചവെച്ചത്. അപ്പോൾ മത്സരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ വരാം. നിങ്ങൾ ഈ ചാനലൊന്ന് തുടർന്ന് കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി വിഷയം. ന്യൂസിലാൻഡ് ടീമിൽ 3 മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. ടിം റോബിൻസിന് പകരം ടിം സീബർട്ടും, അതുപോലെ ക്രിസ്റ്റ്യൻ ക്ലാർക്കിന് പകരം മാറ്റ് ഹെൻറിയും, കെൽ ജാമൻസിന് പകരം സാക് ഫോക്സുമാണ് ഇന്നലെ ന്യൂസിലാൻഡ് ടീമിൽ വന്ന മാറ്റങ്ങൾ. അതുപോലെ ഇന്ത്യൻ ടീമിലും 2 മാറ്റങ്ങളുണ്ടായിരുന്നു. ജാസ്പ്രീത് ബുംറയെ പുറത്തിറക്കി ഹർഷിത് റാണയും, അക്സർ പട്ടേലിന് പകരം കുൽദീപ് യാദവാണ് ഇന്നലെ മത്സരത്തിനിറങ്ങിയത്. ജാസ്പ്രീത് ബുംറയെ എന്തോ പരിക്കാണോ എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ വേൾഡ് കപ്പ് മൂലം വിശ്രമം അനുവദിക്കുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ന്യൂസിലാൻഡിൻ്റെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത് ഡെവൻ കോൺവേയും ടിം സീബർട്ടും തന്നെയാണ്. ഇരുവരും കൂടി ചത്താപ്പച്ച ഇന്നിങ്സ് തന്നെയായിരുന്നു. ആദ്യ 3 ഓവറിൽ അടിച്ചെടുത്തത് 43 റൺസാണ്. 2 ഓവറിൽ അർഷ്ദീപിനെ 36 റൺസാണ് ഇരുവരും കൂടി കൊടുത്തത്. ആദ്യ ഓവറിൽ 18, പിന്നീട് പറഞ്ഞ 3-ാം ഓവറിൽ 18, അങ്ങനെ 36 റൺസാണ് അർഷ്ദീപ് 2 ഓവറിൽ കൂടി വാങ്ങിയത്. എന്നാൽ ഡെവൻ കോൺവേയും ടിം സീബർട്ടിനെയും അടുത്തടുത്ത ഓവറിൽ പുറത്താക്കി ഹർഷിത് റാണയും വരുൺ ചക്രവർത്തിയും ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. എന്നാൽ 3-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഗ്ലെൻ ഫിലിപ്സും രജിൻ രവീന്ദ്രനും ചേർന്ന് 55 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുകയും ന്യൂസിലാൻഡ് സ്കോർ 100 റൺസ് കൊടുക്കാൻ സഹായിക്കുകയും ചെയ്തു. എന്നാൽ സ്കോർ 98 നിൽക്കെ ഗ്ലെൻ ഫിലിപ്സിനെ ഹാർദിക് പാണ്ഡ്യയുടെ കൈകളിൽ എത്തിച്ച് കുൽദീപ് യാദവ് ഇന്ത്യക്ക് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. പിന്നീട് വന്ന ഡാനി മിച്ചലും മാറ്റ് ചാപ്മനും അത് വലിയൊരു ഇന്നിങ്സ് കളിക്കാൻ സാധിക്കാമെന്നോട്. ഡാനി മിച്ചൽ എന്ന് പറഞ്ഞാൽ ഏകദിനങ്ങളിൽ നല്ല ഫോമായിരുന്നു. പക്ഷേ T20 വെറും ശോഭനം. കാരണം 18 റൺസ് മാത്രമേ നല്ല മത്സരത്തിൽ ഡാനി മിച്ചലിന് നേടാൻ സാധിച്ചുള്ളൂ. എന്നാൽ 7-ാം വിക്കറ്റിൽ ക്യാപ്റ്റൻ മിച്ചൽ സാക് ഫോക്സും കൂടി 47 റൺസിൻ്റെ ഒരു സ്കോർ, അവസാനം ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയാണ് ഇരുവരും കൂടി കാഴ്ചവെച്ചത്. ആ ഒരു സ്കോർ 47 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ന്യൂസിലാൻഡിനെ 200 കടത്താനും 208 എന്നൊരു ഭേദപ്പെട്ട ഒരു സ്കോറിലേക്ക് എത്തിക്കാനും ഇരുവർക്കും സാധിച്ചു. അങ്ങനെ ഇന്ത്യക്ക് വിജയിക്കാൻ 209 റൺസ് 20 ഓവറിൽ 209 എന്നൊരു ടാർഗറ്റ് നിശ്ചയിച്ച് ന്യൂസിലാൻഡ് ഇന്നിങ്സ് അവസാനിപ്പിക്കുകയായിരുന്നു. 27 ബോളിൽ 7 ഫോറും 1 സിക്സും വളരെ 47 റൺസ് എടുത്തത് മിച്ചൽ സാന്റ്നറാണ് ന്യൂസിലാൻഡിനെ ഒരു സ്കോറിലേക്ക് എത്തിക്കാൻ സഹായിച്ചത്. ന്യൂസിലാൻഡിൻ്റെ 208 എന്ന സ്കോറിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യയുടെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും കൂടിയാണ്. സഞ്ജുവിനെ 6 റണ്ണിനും അഭിഷേക് ശർമ്മനെ 0-നും പുറത്താക്കി മാറ്റ് ഹെൻറിയും ജേക്കബ് ഡഫിയും ഇന്ത്യക്ക് നൽകിയത് ഡബിൾ ബ്ലോ. അതായത് ആദ്യ ഓവറിൽ സഞ്ജു സാംസൺ ഉയർത്തിയടിച്ച് പന്ത് ഡെവൻ കോൺവേ കൈവിട്ടെങ്കിലും അത് 6 ആയി. പക്ഷേ പിന്നീട് ആ ഓവറിൽ തന്നെ ഒരു ക്യാച്ച് നൽകി സഞ്ജു സാംസൺ മടങ്ങുകയായിരുന്നു. സഞ്ജു സാംസൺ ഇനിയെങ്കിലും അടുത്ത കളിയെങ്കിലും കളിച്ചില്ലെങ്കിൽ വീണ്ടും ബെഞ്ചിൽ തന്നെ സ്ഥാനം ഉറപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഇതിനെ കൂടുതൽ ചാൻസ് എങ്ങനെ സഞ്ജുവിന് കൊടുക്കാൻ സാധിക്കും എന്നത് നമുക്കറിയില്ല. 2-ാം ഓവറിലെ ആദ്യ പന്ത് 6-ന് പുറത്താകുന്ന ശ്രമത്തിനിടെ അഭിഷേക് ശർമ്മയും വീണപ്പോൾ ഇന്ത്യ വീണ്ടും പ്രതിരോധത്തിലായി. എന്നാൽ പിന്നീട് കണ്ടത് റായ്പൂരിലെ കാണികൾ സാക്ഷിയായത് ഇഷാൻ കിഷൻ്റെയും സൂര്യകുമാർ യാദവിൻ്റെയും ചത്താപ്പച്ച ഇന്നിങ്സ് തന്നെയായിരുന്നു. വെടിക്കെട്ട് ബാറ്റിംഗാണ് ഇരുവരും. കാരണം സൂര്യകുമാർ കുറച്ച് ടൈം എടുത്തെങ്കിലും ഇഷാൻ കിഷൻ അടിച്ച് 122 റൺസാണ് ഇരുവരും കൂടി 3-ാം വിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അടിച്ചെടുത്തത്. ഇതിൽ 80% സ്കോർ ചെയ്തത് ഇഷാൻ കിഷൻ തന്നെയായിരുന്നു. സൂര്യകുമാർ യാദവും മറുവശത്ത് നോൺ സ്ട്രൈക്കിൽ ചെറിയൊരു സപ്പോർട്ട് മാത്രം നൽകിയിരുന്നു. ഇഷാൻ കിഷൻ അവിടെ തകർത്തടിക്കുക തന്നെയായിരുന്നു. എന്നാൽ 9-ാം ഓവർ കഴിഞ്ഞ സാക് ഫോക്സാണ് സൂര്യകുമാർ യാദവിൻ്റെ വിശ്വരൂപം ശരിക്കും കണ്ടത്. 25 റൺസാണ് ആ ഓവറിൽ സൂര്യകുമാർ യാദവ് അടിച്ചെടുത്തത്. എന്നാൽ 10-ാം ഓവർ കഴിഞ്ഞ മാറ്റ് ഹെൻറി ഇഷാൻ കിഷൻ മാറ്റ് ഹെൻറിയുടെ കൈകളിൽ എത്തിച്ച് ന്യൂസിലാൻഡിന് ചെറിയൊരു ആശ്വാസം നൽകി. 4-ാമനായി സ്ഥാനം കയറ്റിയ ശിവൻ ദുബെ ന്യൂസിലാൻഡിൽ നിന്ന് മത്സരം അടിച്ചെടുക്കുകയാണെന്ന് പറയാം.
ഇരുവരും കൂടി 4ാം വിക്കറ്റിൽ 81 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ഉണ്ടാക്കിയത്. 18 പന്തിൽ ഒരു 4 3 6 ഉൾപ്പെടെ 36 റൺസാണ് ശിവൻ ദുബെ നേടിയത്. അതുപോലെ തന്നെ 37 പന്തിൽ 4 6ഉം 9 4ഉം ഉൾപ്പെടെ 82 റൺസ് എടുത്ത് സൂര്യകുമാർ യാദവും ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. സൂര്യകുമാർ യാദവിൻ്റെ സ്കോർ 64 നിൽക്കെ പുറത്താക്കാനുള്ള ഒരു ചാൻസ് മിച്ചൽ സാനർ വിട്ടുകളയുണ്ടായി. അത് സിമ്പിൾ ക്യാച്ച് തന്നെയായിരുന്നു. അത് ഇന്ത്യയെ വിജയം നേരത്തെ ആക്കാൻ സാധിച്ചു. അങ്ങനെ 15.2 ഓവറിൽ ന്യൂസിലാൻഡ് 208 എന്ന സ്കോർ വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടക്കുകയായിരുന്നു. അങ്ങനെ T20 ക്രിക്കറ്റിൽ ഇന്ത്യയെ വെല്ലാൻ ആരുമായിട്ടില്ല എന്ന് ഇന്ത്യ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. അടുത്ത മത്സരം ഗുവാഹത്തിയിലാണ്, ഞായറാഴ്ചയാണ് അടുത്ത T20 മത്സരം വരുന്നത്. അപ്പോൾ സഞ്ജു സാംസൺ അന്നെങ്കിലും നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു എന്ന് പ്രതീക്ഷിക്കാം, കാഴ്ചവെക്കട്ടെ. അപ്പോൾ അടുത്ത മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ